ഈ സാധനങ്ങളെല്ലാം നിരത്തി വെച്ചേക്കുന്ന കാണുമ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണെന്ന്. അതെ ഗൈസ്, ഇന്നലെ വാങ്ങിച്ച ചിക്കനിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതിനുവേണ്ട സാധനങ്ങളാണ് ഈ സെറ്റാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോയാലോ. ആദ്യം തന്നെ പാൻ അടുപ്പത്തോട്ട് വെച്ച് അതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇട്ട് നല്ല രീതിയിൽ വഴറ്റുക. അത് വഴറ്റിയതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, കളറിന് വേണ്ടി ലേശം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പിട്ട് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അതിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചേക്കുന്ന കിഴങ്ങും കൂടി ഇട്ട് യോജിപ്പിച്ചെടുത്താൽ നമ്മൾ ചിക്കൻ കട്ട്ലേറ്റിൻ്റെ പകുതി പണി അവിടെ കഴിയും. ഇതിൻ്റെ ചൂടൊക്കെ ആറി കഴിയുമ്പോൾ നമുക്ക് വേണമെന്ന ഷേപ്പിൽ ഉരുട്ടിയെടുത്താൽ മതി. ഞാനിവിടെ ഓവൽ ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. ഈ ഉരുട്ടിയ സാധനം നമ്മൾ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് നല്ല ചൂടെണ്ണയിലിട്ട് പൊരിച്ചെടുത്താലുണ്ടല്ലോ നമ്മുടെ ചിക്കൻ കട്ട്ലറ്റ് റെഡിയാണ്. ഇത് നല്ല സോസും കൂട്ടി കഴിക്കണം, അതും ചൂടോടെ തന്നെ കഴിക്കണം. കാണാൻ കൊള്ളത്തില്ലെങ്കിലും ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ലോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ബായ്.